നമ്മുടെ ഇന്ത്യയിൽ പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നു അവർക്ക് ഇന്ത്യ ഭരിക്കാം എന്നുള്ളതാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അത്രത്തോളം വലിപ്പമേറിയ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് പിടിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പകുതിയിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണല്ലോ. അത്രത്തോളം സീറ്റുകൾ സ്വന്തമാക്കുന്ന പാർട്ടി തീർച്ചയായും രാജ്യത്ത് എമ്പാടുമായി വലിയൊരു ശതമാനം സീറ്റുകളുടെ ഉടമയായിരിക്കും. ഉറപ്പായും അവർ പിന്താങ്ങുന്ന മുന്നണി രാജ്യം ഭരിക്കുകയും ചെയ്യും. ഏകദേശം ഇതേ സാഹചര്യമാണ് കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 സ്വന്തമാക്കിയത് LDF ആയിരുന്നു. സ്വാഭാവികമായും ഇപ്പോൾ LDF സംസ്ഥാനം ഭരിക്കുന്നു. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളാണ് LDF നേടിയത്. 4 സീറ്റുകൾ UDFും 1 സീറ്റ് BJP നേടി. സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലയിൽ മേൽക്കൈ നേടിയത് LDF ആയിരുന്നു. ആ സമയം അധികാരത്തിൽ വന്നതും LDF തന്നെയായിരുന്നു. അതുപോലെ തന്നെ 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ UDF 8 സീറ്റുകൾ നേടി. LDFന് 6 സീറ്റുകൾ മാത്രമേ സ്വന്തമാക്കാൻ കഴിഞ്ഞുള്ളൂ. 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ജില്ലയാണ് തിരുവനന്തപുരം എന്ന് തന്നെയാണ്. മാത്രമല്ല BJP ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജില്ലയും തിരുവനന്തപുരമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിയമസഭാ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാം സ്ഥാനത്തെത്തിയത്. മാത്രമല്ല 4 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഓരോ തവണയും BJP അവരുടെ വോട്ടിംഗ് ശതമാനം ജില്ലയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ജില്ലയാണ് തിരുവനന്തപുരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ എങ്കിലും പിടിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് BJP രംഗത്തിറങ്ങുന്നത്. ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി മണ്ഡലത്തിൽ സ്വാധീനം ഉറപ്പിച്ച് പിടിച്ചെടുക്കാൻ തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെയായിരിക്കും BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ ലിസ്റ്റ് സംബന്ധിച്ച് BJPയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ആദ്യമായി തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമായ വർക്കല എടുത്താൽ NDA മുന്നണിയിൽ അവിടെ മത്സരിക്കുന്നത് BDJS സ്ഥാനാർത്ഥിയാണ്. BDJSന് ജില്ലയിൽ 2 സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല നിയമസഭാ നിയോജക മണ്ഡലത്തിൽ BDJS സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അജി SRM. കേരളത്തിലെ ഈഴവ സമുദായത്തിൻ്റെ ആത്മീയ മണ്ഡലം കൂടിയാണ് വർക്കല. കാരണം ഈ മണ്ഡലത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സ്ഥാനമായ ശിവഗിരി സ്ഥിതി ചെയ്യുന്നത്. സമുദായ വോട്ടുകൾ ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് NDA സീറ്റ് BDJSന് നൽകിയിരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ വർക്കലയിൽ BDJS സ്ഥാനാർത്ഥിയായ അജി SRM നേടിയത് 11,214 വോട്ടുകളാണ്. യഥാർത്ഥത്തിൽ ഈ വോട്ടുകൾ അന്ന് മണ്ഡലത്തിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി V. ജോയ് നേടിയ ഭൂരിപക്ഷത്തേക്കാൾ വളരെ കുറവാണ്. അന്ന് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ V. ജോയ് 17,821 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത്. ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന പതിവാണ് യഥാർത്ഥത്തിൽ BDJSനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സ്ഥാനാർത്ഥിയെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിരിക്കും BDJS ശ്രമിക്കുന്നതും. അടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് വന്നാൽ അവിടെ കഥ മാറും. കാരണം BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ ഒരു സംവരണ മണ്ഡലം കൂടിയാണ്. മണ്ഡലത്തിൻ്റെ പുനർ ഏകീകരണത്തിന് ശേഷം ആറ്റിങ്ങലിൽ സ്ഥിരമായി വിജയിച്ചു കൊണ്ടിരിക്കുന്നത് CPM ആണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സുധീർ ആയിരുന്നു. വോട്ടെണ്ണലിൽ CPMന് പിറകിൽ 2ാം സ്ഥാനത്തെത്താൻ BJPക്ക് അന്ന് കഴിഞ്ഞു. എന്നാൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. UDFൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സീറ്റ് നൽകിയിരിക്കുന്നത് RSPക്കാണ്. സംവരണ മണ്ഡലമായതുകൊണ്ട് തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയല്ല ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. UDF സ്ഥാനാർത്ഥിയുടെ ദൗർബല്യം മുതലെടുത്തു തന്നെയാണ് BJP കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ CPM സ്ഥാനാർത്ഥിയും 2ാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 31,636 വോട്ടുകളായിരുന്നു. ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ ഫലം പരിശോധിച്ചപ്പോൾ BJP ഇവിടെ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ BJP വളരെയേറെ പ്രതീക്ഷ ഈ മണ്ഡലത്തിൽ വയ്ക്കുന്നുണ്ട്.
ഇത്തവണയും മണ്ഡലത്തിൽ സുധീർ തന്നെയാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സുധീർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കഴിഞ്ഞു. അതേസമയം BJPക്കുള്ളിലെ വിഭാഗീയത ഏറ്റവും കൂടുതൽ പ്രകടമായി കാണാൻ സാധിക്കുന്നത് മാറ്റിങ്ങിലാണ്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് സുധീറും സംഘവും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തുന്നത്. തൊട്ടടുത്ത മണ്ഡലമായ ചിറയൻകീഴിലേക്ക് വന്നാൽ കാലങ്ങളായി LDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണിവിടം. LDFൽ CPIക്കാണ് ചിറയൻകീഴ് മണ്ഡലം നൽകിയിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആശാനാഥായിരുന്നു. 30,986 വോട്ടുകൾ നേടി 3ാം സ്ഥാനത്തെത്താൻ ആശാനാഥിന് കഴിഞ്ഞു. മാത്രമല്ല 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ മണ്ഡലത്തിൽ വോട്ട് വർധനവുണ്ടാക്കിയ ഒരേയൊരു പാർട്ടിയും BJP തന്നെയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 7.24% വോട്ട് വർധനവ് 2021 BJP ചിറയൻകീഴ് മണ്ഡലത്തിൽ സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് BJP ഇപ്പോൾ ഒരുങ്ങുന്നത്. മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി ആശാനാഥ് തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാറിയ സാഹചര്യത്തിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെ BJP വിശ്വസിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലമാണ് നെടുമങ്ങാട്. കഴിഞ്ഞ 2 തവണയായി CPI ആണ് മണ്ഡലത്തിൽ സ്ഥിരമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും മണ്ഡലം ആർക്ക് വഴങ്ങുമെന്നുള്ള കാര്യത്തിൽ 3 മുന്നണികൾക്കും ആശങ്കയുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പാലോട് രവി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് നെടുമങ്ങാട്. എന്നാൽ തൊട്ടടുത്ത തവണ, അതായത് 2016 പാലോട് രവി വീണ്ടും മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് എതിരെ അഭിപ്രായങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും മണ്ഡലത്തിൽ തോറ്റു. കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് നെടുമങ്ങാട് മണ്ഡലത്തിലെത്തി മത്സരിച്ച ദിവാകരൻ അവിടെ വിജയിക്കുകയായിരുന്നു. പാലോട് രവി തോൽക്കാനും ദിവാകരൻ വിജയിക്കാനുമുള്ള പ്രധാന കാരണം അന്ന് നെടുമങ്ങാട് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച VV രാജേഷ് പിടിച്ച വോട്ടുകളാണ്. അന്ന് 35,139 വോട്ടുകളാണ് VV രാജേഷ് മണ്ഡലത്തിൽ നേടിയത്. ഫലം പരിശോധിച്ചാൽ VV രാജേഷ് നേടിയ വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകളാണെന്നുള്ളത് മനസ്സിലാകും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തിയത് JR പത്മകുമാറായിരുന്നു. എന്നാൽ VV രാജേഷിൻ്റെ പ്രകടനം പത്മകുമാറിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ 2 പേരുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ മത്സരിച്ച JR പത്മകുമാറിൻ്റെ പേരും അതുപോലെ തന്നെ മണ്ഡലത്തിൽ BJPക്ക് 2016 മുന്നേറ്റമുണ്ടാക്കിയ VV രാജേഷിൻ്റെ പേരും. പത്മകുമാറിൻ്റെ പേരിനാണ് മുൻതൂക്കമെങ്കിലും സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ VV രാജേഷ് മത്സരിക്കാൻ എത്തിയേക്കാം എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. LDFും UDFും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന വാമനപുരം നിയമസഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി എത്തുന്നത് BDJS ആണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തഴവ സഹദേവനായിരുന്നു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി എത്തിയത്. വർക്കല നിയമസഭാ മണ്ഡലത്തിലെ കാര്യം പറഞ്ഞതുപോലെ മുൻകൂർ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു വയ്ക്കുന്ന പതിവ് BDJS ഇല്ലാത്തതിനാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരാണെന്നറിയാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ കാക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തതായി കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം. ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് ഉറപ്പായും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 3 സീറ്റുകളിൽ ഒന്നാണ് കഴക്കൂട്ടം. കഴിഞ്ഞ തവണ, അതായത് 2021 BJPയിലെ മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ അവസാന നിമിഷം മത്സരിക്കാനെത്തിയ മണ്ഡലമാണ് കഴക്കൂട്ടം. BJP സംസ്ഥാന കമ്മിറ്റിയുടെ മാറ്റി നിർത്തലിൽ പ്രതിഷേധിച്ച് ശോഭാ സുരേന്ദ്രൻ കേന്ദ്രത്തിൽ പരാതിപ്പെടുകയും അതുവഴി കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുകയുമായിരുന്നു. നിരവധി പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളി 40,193 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. അതേസമയം 2016 BJP സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിച്ചത് V മുരളീധരനായിരുന്നു. 42,732 വോട്ടുകളാണ് അന്ന് മുരളീധരൻ നേടിയത്. സിറ്റിംഗ് MLA ആയിരുന്ന MA വാഹിദിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് മുരളീധരൻ അന്ന് രണ്ടാമതെത്തിയത് എന്നുള്ളത് കൂടി ഓർക്കണം. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുന്നത് V മുരളീധരനാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച V മുരളീധരൻ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ BJP ഇത്തവണ പ്രതീക്ഷിക്കുന്ന 3 മണ്ഡലങ്ങളിൽ ഒന്ന് കഴക്കൂട്ടമാണെന്ന് പറഞ്ഞല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ ഇത്തവണ CPM സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ലെങ്കിൽ BJPക്ക് ഇവിടെ പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ V മുരളീധരൻ മണ്ഡലത്തിൽ മുഴുവൻ സമയ പ്രചരണം ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കഴക്കൂട്ടം പോലെ തന്നെ BJP ഉറപ്പായും വിജയിക്കുമെന്ന പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്.
2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ബി ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ബി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വി രാജേഷായിരുന്നു. 39,596 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്താൻ രാജേഷിന് കഴിഞ്ഞു. 2016 കെ മുരളീധരൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹം രാജിവച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മേയറായിരുന്ന വി പ്രശാന്ത് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. ബൈ ഇലക്ഷൻ ഉൾപ്പെടെ തുടർച്ചയായി രണ്ടാം തവണയാണ് വി പ്രശാന്ത് ഇപ്പോൾ മണ്ഡലത്തിലെ MLA ആകുന്നത്. അടുത്ത തവണയും പ്രശാന്ത് തന്നെയായിരിക്കും മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുക. അതേസമയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുന്നത് നിലവിൽ BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. വട്ടിയൂർക്കാവിനേക്കാൾ BJPക്ക് കുറച്ചുകൂടി സേഫായ മണ്ഡലമാണ് നേമമെങ്കിലും രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ വട്ടിയൂർക്കാവിൽ BJPക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം NSSന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് വട്ടിയൂർക്കാവ്. രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തിയാൽ അദ്ദേഹത്തിനു വേണ്ടി NSS സജീവമായി രംഗത്തിറങ്ങുമെന്ന് ഉറപ്പും ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ. രാജീവ് ചന്ദ്രശേഖറിന്റെ നിലവിലെ സാഹചര്യത്തിൽ നേമം മണ്ഡലത്തേക്കാൾ സുരക്ഷിതം വട്ടിയൂർക്കാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവിൽ നിന്നും ജനവിധി തേടും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. BJPക്ക് അമിത പ്രതീക്ഷ ഇല്ലെങ്കിൽ കൂടി വിജയിച്ചേക്കുമെന്ന് വിശ്വസിക്കുന്നൊരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധിയായ ആന്റണി രാജുവാണ് ഇപ്പോൾ മണ്ഡലത്തിലെ MLA. കഴിഞ്ഞ തവണ കോൺഗ്രസ് നേതാവ് VS ശിവകുമാറിനെ തോൽപ്പിച്ചിട്ടാണ് ആന്റണി രാജു മണ്ഡലം പിടിച്ചെടുത്തത്. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നടൻ കൃഷ്ണകുമാറാണ്. സജീവ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കൃഷ്ണകുമാർ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയിരുന്നു. ഇത്തവണയും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ തന്നെ BJP സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് തന്നെയാണ് സൂചനകൾ. അതിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ കൃഷ്ണകുമാർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു കഴിഞ്ഞു. 2014 ക്രിക്കറ്റ് താരം ശ്രീശാന്ത് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ BJP രണ്ടാമതെത്തിയിരുന്നു. ആത്മാർത്ഥതയും ചിട്ടയായതുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് BJP പ്രവർത്തകരുടെ വിശ്വാസവും. അടുത്തതായി നേമം. കേരള ചരിത്രത്തിൽ ആദ്യമായി BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലം നേമമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ O രാജഗോപാൽ വിജയിക്കുകയായിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുണ്ടായിരുന്ന ആ ഒരേ ഒരു BJP അക്കൗണ്ട് ജനങ്ങൾ പൂട്ടിക്കുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് നേമം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ BJP വലിയ ഭൂരിപക്ഷത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഇത്തവണ BJP പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം നേമമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിലെ ഭൂരിപക്ഷം എടുത്തു നോക്കിയാൽ സ്വപ്ന തുല്യമായ വോട്ടുകളാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. 22,126 വോട്ടുകളുടെ ഭൂരിപക്ഷം നേമം മണ്ഡലത്തിൽ മാത്രം ഇത്തവണ BJPക്ക് ലഭിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത്തവണ മണ്ഡലത്തിൽ വീണ്ടും BJP വളരെ വലിയ പ്രതീക്ഷ വച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുള്ളത് ഒരു പുതുമുഖമാണ്. പുതുമുഖം എന്ന് പറഞ്ഞാൽ നിയമസഭാ മത്സര രംഗത്ത് പുതുമുഖം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായ MR ഗോപനാണ് ഇത്തവണ നേമത്തെ BJP സ്ഥാനാർത്ഥിയാകുന്നത്. നേമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുന്നമംഗലം വാർഡിൻ്റെ കൗൺസിലർ കൂടിയാണ് ഗോപൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഗോപൻ നേമം മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. MR ഗോപന് ജനകീയത തീർച്ചയായും ഒരിക്കൽ കൂടി മണ്ഡലം BJPക്ക് നൽകുമെന്ന ഉറപ്പിൽ തന്നെയാണ് മണ്ഡലത്തിലെ BJP പ്രവർത്തകർ. അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറപ്പുള്ള സീറ്റായിരുന്നു അരുവിക്കര. എന്നാൽ കഴിഞ്ഞ തവണ മണ്ഡലം CPM പിടിച്ചെടുക്കുകയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതാവായ C ശിവൻകുട്ടിയായിരുന്നു അരുവിക്കര മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ 2 പേരുടെ പേരുകളാണുള്ളത്. BJPയുടെ മുൻ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ S സുരേഷിൻ്റെയും കഴിഞ്ഞ തവണ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി C ശിവൻകുട്ടിയുടെയും പേരുകളാണ് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മുൻതൂക്കം സുരേഷിനാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാറശാല നിയമസഭാ മണ്ഡലത്തിൽ 2016 BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കരമന ജയനായിരുന്നു. 2021 കരമന ജയൻ തന്നെയാണ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി മാറിയത്. എന്നാൽ 5 വർഷത്തിനുള്ളിൽ BJPക്ക് ലഭിച്ച വോട്ടുകളിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്.
2016 കരമന ജയന് 33,028 വോട്ടുകളാണ് ലഭിച്ചത്. എന്നാൽ 5 വർഷം കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജയന് ലഭിച്ചത് 29,850 വോട്ടുകൾ മാത്രമായിരുന്നു. 2026 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ വരാത്ത ഏക നിയമസഭാ മണ്ഡലം പാറശാലയാണ്. മാത്രമല്ല, ഈ പാറശാല നിയമസഭാ മണ്ഡലത്തിലാണ് ലോക്സഭയിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയത്. ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പന്ന്യൻ രവീന്ദ്രൻ മൂന്നാമതായിരുന്നു. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാല നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കരമന ജയൻ തന്നെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയ മറ്റൊരു മണ്ഡലമാണ് കാട്ടാക്കട. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായ PK കൃഷ്ണദാസ് മൂന്നാം സ്ഥാനത്തായിരുന്നു എത്തിയത്. ഇത്തവണ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ 2 പേരുടെ സാധ്യതാ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. BJPയുടെ തിരുവനന്തപുരം മുൻ ജില്ലാ അധ്യക്ഷനായ VV രാജേഷിൻ്റെയും അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന BJP നേതാവ് PK കൃഷ്ണദാസിൻ്റെയും പേരുകളാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. VV രാജേഷ് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലോ കാട്ടാക്കടയിലോ നിന്ന് ജനവിധി തേടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ തവണ രാജേഷ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടിയത്. പക്ഷേ ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായതിനാൽ പകരം കാട്ടാക്കടയിലോ നെടുമങ്ങാട് മണ്ഡലത്തിലോ VV രാജേഷിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യത ഒരുങ്ങുകയായിരുന്നു. കോവളം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ NDA ഇവിടെ സീറ്റ് നൽകിയിരിക്കുന്നത് കേരള കാമരാജ് കോൺഗ്രസിനാണ്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പ്രസിഡന്റായി 2014 രൂപീകരിച്ച പാർട്ടി 2021 പിളർപ്പ് സംഭവിച്ച് ഒരു ഭാഗം NDAയിലും മറുഭാഗം ഇടതുപക്ഷത്തുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇത് കഴിഞ്ഞ തവണ വിഷ്ണുപുരം ചന്ദ്രശേഖരനായിരുന്നു കോവളം നിയമസഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഇത്തവണയും കോവളം നിയമസഭാ മണ്ഡലം കേരള കാമരാജ് കോൺഗ്രസിന് തന്നെ നൽകുമെന്നും സ്ഥാനാർത്ഥിയായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ മത്സരിക്കും എന്നുമാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. BJPയെ സംബന്ധിച്ച് വളരെ പ്രസക്തമായൊരു മണ്ഡലമാണ് നെയ്യാറ്റിൻകര. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ BJPക്ക് ഇവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും മണ്ഡലത്തിൽ മത്സരിച്ച് തങ്ങളുടെ ശക്തി തെളിയിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് BJP ഇപ്പോഴേ തയ്യാറെടുത്തു കഴിഞ്ഞു. നെയ്യാറ്റിൻകര നഗരസഭാ കൗൺസിലറായ അഡ്വക്കേറ്റ് സ്വപ്നജിത്ത് SS നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസും CPMും തമ്മിൽ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന നെയ്യാറ്റിൻകരയിൽ BJPയുടെ പ്രാതിനിധ്യം ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വ്യക്തമായ മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് BJPയും ഒപ്പം സ്ഥാനാർത്ഥിയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ തലസ്ഥാനം പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആരാണോ അവർക്കാണ് കേരളം ഭരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എന്നൊരു വിശ്വാസം സാധാരണക്കാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത്രത്തോളം വലിയൊരു സാധ്യതയിലേക്ക് പോയില്ലെങ്കിലും BJP കണക്ക് കൂട്ടുന്ന ചില സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം സിറ്റി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 3ഓളം സീറ്റുകൾ. എന്ത് വില കൊടുത്തും ഈ സീറ്റുകളിൽ വിജയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ BJP ലക്ഷ്യം വയ്ക്കുന്നത്. BJPയുടെ കണക്ക് കൂട്ടലിലുള്ള ആ 3 സീറ്റുകളിൽ പ്രചരണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും യാതൊരുവിധ കുറവും വരരുത് എന്ന നിർദ്ദേശം BJP സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ അണികൾക്ക് നൽകിക്കഴിഞ്ഞു. എന്തായാലും മുൻ വർഷങ്ങളിലെ പോലെയല്ല, ഇപ്പോൾ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ തിരുവനന്തപുരത്തെ പല സീറ്റുകളിലും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.